ഓക്കെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധിയില് ഒരു ചർച്ചയാക്കി ഈ വിഷയത്തെ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറെ നിർദ്ദേശങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ടെക്സ്റ്റ് ചെയ്താലോ നമുക്കൊന്ന്? ഏതായാലും നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, നമുക്കൊന്ന് ചെറിയൊരു വാമപ്പുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെപ്പോഴൊക്കെ കേട്ടിക്കൊണ്ടിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, അതൊന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇട്ടോളൂ. ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുമല്ലോ, ഇതൊന്ന് മെസ്സേജ് വിട്ടോ, എന്നെ വായിക്കാം. പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞ ചില നിർദ്ദേശങ്ങൾ, അതനുസരിച്ചിട്ടാണ് ഒരുപക്ഷെ നമ്മളൊക്കെ മാറിയിട്ടുണ്ടാവുക. അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ കേട്ട പണക്കാര് മോശക്കാര്, അല്ലെങ്കിൽ പണത്തിന്റെ മേലെ പരുന്ത് പറക്കൂല, അല്ലെങ്കിൽ പണം ഉണ്ടായാൽ അങ്ങനെ കുറെ ധാരണകൾ കിട്ടിയിട്ടുണ്ടാവല്ലോ നിങ്ങൾക്കൊക്കെ. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മെസ്സേജുകൾ വിടാൻ പറ്റുകയാണെങ്കിൽ വെരി ഗുഡ്. പണം കായ്ക്കുന്ന മരം ഇവിടെ ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ കുടുംബത്തിലൊക്കെ കേൾക്കുന്നതാണ്. എന്തെങ്കിലും അത്യാവശ്യത്തിന് പണം ചോദിച്ചാൽ മാതാപിതാക്കൾ പറയുന്ന ഒരു വാക്കാണ്, ഇവിടെ അങ്ങനെ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല എന്നുള്ളത്. നമ്മുടെ തലവര ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതേ പറ്റൂ, നീയും ഞാനൊക്കെ പാവപ്പെട്ടവരാണ്, നമുക്ക് ഇങ്ങനെ പറ്റൂ, അല്ലെങ്കിൽ ഇതിനൊന്നും ബ്രേക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് നമ്മളെ മാതാപിതാക്കളോ നമ്മളെ മുതിർന്ന ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇതുവരെ നമ്മുടെ ജീവിതം കൊണ്ടുപോയിട്ടുണ്ടാവാം. യെസ്, അംബാനിയല്ല. താങ്ക് യു ശബന, നല്ല രസമുള്ള ഡയലോഗാണ്. നമ്മൾ കേട്ടതാണ് അല്ലെ, നമ്മുടെ അംബാനി അല്ല, നമ്മൾ അപ്പൊ അംബാനിയല്ല എന്ന ഡയലോഗ്. താങ്ക് യു, താങ്ക് യു. ഇച്ചുബോസിയ, എല്ലു മുറുകെ പണിയെടുത്ത പല്ലു മുറിയെ തിന്ന. വെറുതെ പറയാണ്, എല്ലു മുറിയെ പണിയെടുത്ത ഒരാളെങ്ങാണ്ട് മരത്തിന്റെ മേലെ വീണ് കിടന്നിട്ട് അയാൾക്ക് എങ്ങാണ്ട് തരിയുണ്ട കൊണ്ടുപോയി കൊടുത്താൽ മതി, അയാൾ നമ്മൾ ശരിയാക്കും. അപ്പോ പല്ലു മുറിയെ തിന്നാനും കഴിയില്ല. ഏതായാലും മുറിഞ്ഞ് കിടക്കുന്ന ആൾക്ക് പല്ലു മുറിയാൻ പറ്റുന്ന ഒരു സാധനം കൊടുത്താലും അയാൾക്കത് കഴിക്കാനും കഴിയില്ല എന്ന് മാത്രമല്ല, അത് വെറുതെ പറയുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഓക്കെ, ഏതായാലും ഈ കിട്ടിയ നിർദ്ദേശങ്ങൾ വെച്ച് ബാക്കിയുള്ള ആളുകൾ ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അയക്കാത്തത്. ഏതായാലും അയച്ച ഈ നിർദ്ദേശങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മളൊക്കെ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പലപ്പോഴും പണത്തിന് വേണ്ടി ഈ നിർദ്ദേശം ഒരിക്കലെങ്കിൽ കിട്ടിയാൽ മതി, ആ നിർദ്ദേശം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ലൈഫിനെ പലപ്പോഴും പ്രതിസന്ധികൾ നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ടാവുക. ഈ പ്രതിസന്ധികളാണ് നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സിനെ മുഴുവനും മറച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഡിസ്പ്ലേ രണ്ട് ഇമേജുകളൊന്ന് വിട്ടുകൊടുത്തേര്, രണ്ട് സാധനങ്ങളൊന്ന് ഇട്ട് കാണിക്കാം. അതിലൂടെ നമുക്ക് നമ്മളുടെ പ്രോഗ്രാം ആര് സെറ്റ് ചെയ്തു എന്നതാണ് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാറുള്ളത്. നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആരാ സെറ്റ് ചെയ്തു എന്നുള്ള ചോദ്യം. ഓക്കെ, നോക്കി ഒന്നാമത് ചോദ്യം നോക്കിയേ, ഹു പ്രോഗ്രാംഡ് യു? പണവുമായി ബന്ധപ്പെട്ട് ആരാ നമ്മളെ ഇങ്ങനെ സെറ്റിങ്സ് നടത്തിയത്? ഇങ്ങനെ പണം കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഉണ്ടാക്കാം, ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ സ്കൂളുകളിലൊന്നും, സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ തന്നെ സ്കൂളുകളിലൊന്നും പണം ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. എങ്ങനെ പണം ഉണ്ടാക്കാം, നമ്മളെയൊക്കെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു സിസ്റ്റം പ്രകാരം ഒരു ജോലി ആക്കാൻ, അറ്റ്ലീസ്റ്റ് ഒരു ക്ലർക്ക്, അല്ലെങ്കിൽ ഇവർക്ക് വരാൻ കഴിയാത്ത മേഖലയിൽ നമ്മളൊരു പ്രൊഫഷണലി ഒരു ജോലിക്കാരൻ മാത്രമാക്കാനുള്ള ഒരു സിസ്റ്റമായിരുന്നു നമ്മളെ കൊണ്ടുവന്നിരുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം, 43 നിന്ന് ഒരു 8 കുറക്കാൻ വേണ്ടി പറഞ്ഞാൽ 3 നിന്ന് 8 കുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് 4 നിന്നും കടം വാങ്ങുന്നു. അങ്ങനെ കടം വാങ്ങാൻ വേണ്ടി 1-ാം ക്ലാസ് അല്ല, ഒരു 3-ാം ക്ലാസ് മുതൽ കടം വാങ്ങുന്ന കണക്ക് പഠിച്ച് അങ്ങനെ വളർന്നു വന്ന് നമുക്ക് ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കണമെങ്കിൽ കടം വാങ്ങുക എന്നൊരു സിസ്റ്റത്തിലൂടെ പോവേണ്ടി വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും പണം ഉണ്ടാക്കാൻ പ്രത്യേകം തന്നെ പഠിക്കണമെന്നും പണത്തിനെ കൈകാര്യം ചെയ്യാൻ വേറെ രീതി ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെപ്പോലെ ഞാനും ഒരു അധ്യാപകൻ മാത്രമായി, അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകൻ, ഇപ്പൊ നിലവിൽ അങ്ങനെ തന്നെയാണ്, ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വഴിയെ പറയാം. ഇനിയുണ്ടല്ലോ, കുറച്ചുകൂടി ക്ലാസ്സുകൾ വരാനുണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് നമുക്ക് പറയാം. അപ്പോ അധ്യാപകനായി ഒരു ജോലി കിട്ടിയാൽ നമ്മൾ ആ ഒരു ജോലിയിൽ നമ്മൾ അങ്ങോട്ട് ഒതുങ്ങും. അതാണ് നമ്മളുടെ സിസ്റ്റം. അടുത്ത ഡിസ്പ്ലേ കൂടി കൊടുത്തേക്ക്.
അതില് നമ്മൾ കാണുന്നുണ്ടാകും, പണത്തെക്കുറിച്ച് നമ്മൾ കേട്ട വാക്കുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ഈ പ്രോഗ്രാമിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് ജോലിക്കാരനാവാനാണെങ്കിൽ പണം ഉണ്ടാക്കാൻ പഠിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടെ സ്കൂളിൽ പഠിക്കാൻ വളരെ പിന്നിലായ ആളുകളുണ്ട്. അവരിന്ന് പണത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നിലായിരിക്കും. നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ പഠനത്തിൽ ഫുൾ മാർക്ക് വാങ്ങിയ ആളുകൾ ഇന്നും ശമ്പളക്കാരനാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല ആളുകളും റോബർട്ട് കിയോസാക്കിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ട് കുറെ മുമ്പ് ഈ കോവിഡ് കാലത്ത് കേട്ട ഒരു പ്രധാന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പെട്ടതാണ്. അതിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്കിലും ഈ വിദ്യാഭ്യാസം നിങ്ങളുടെ നാട്ടിൽ കൊടുക്കണമെന്ന്. പലപ്പോഴായിട്ടും എന്റെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനെ ഒരു പണക്കാരനാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ പണത്തിനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെയെന്നുള്ള അറ്റ്ലീസ്റ്റ് ക്യാഷ് ഫ്ലോ അതെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളെ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് പ്രശ്നമായി മാറും. ഇവിടെ നമ്മൾ ഏതായാലും ഒരു സൗജന്യ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പണത്തിന് വിനിയോഗിക്കേണ്ടത് എന്നൊരു ഇൻട്രൊഡക്ഷൻ എങ്കിലും തന്നുകൊണ്ടിരിക്കാം എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ എത്തിയ എല്ലാവരെയും ഒന്നും കൂടെ സ്വാഗതം ചെയ്യാണ്. പണത്തെക്കുറിച്ച് നമ്മൾ കേട്ട ചില കാര്യങ്ങൾ നമ്മളൊരു എഡിറ്റിംഗ് നടത്തിയേ മതിയാകും. പണം എന്നത്, സമ്പത്ത് എന്നത് നമ്മളുടെ മാനസിക സമ്പത്താണ്, അല്ലാതെ പോക്കറ്റിലെ സമ്പത്തോ ബാങ്കിലെ ബാലൻസോ അല്ല എന്നതാണ്. പണക്കാരന് ഒരു മനസ്സും മൈൻഡ് സെറ്റും പാവപ്പെട്ടവന് മറ്റൊരു മൈൻഡ് സെറ്റുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റിൽ നമുക്ക് എവിടേക്കോ ഉണ്ട്, അതിനൊന്നും നമ്മൾ തിരുത്തണം. ഇപ്പൊ സാലറിയാണ് നമ്മൾ ബേസ് ചെയ്ത അധികം ആളുകളും. യെസ്, താങ്ക് യു. പാവപ്പെട്ടവന്റെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? ഒരു ജോലി കിട്ടിയാൽ മതി. എത്ര വേണ്ടത് നമുക്ക്? ആ ജോലിക്ക് നമുക്ക് വേണ്ട ഒരു 30,000 രൂപ വേണ്ട, ഒരു 10,000 രൂപ കിട്ടിയാൽ എന്റെ കുടുംബം ഹാപ്പി ആകുമെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജോലിയല്ല, ഒരുപാട് ജോലിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളതിന് പറ്റില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് എന്തേ ഉള്ളൂ? ആ ഒരു 10,000 രൂപയുടെ ജോലി കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്ന ചിന്തയുണ്ടാവുക. അപ്പൊ എങ്ങനെയാ നമുക്കൊരു 1,00,000ത്തിന്റെ ജോലിയിലേക്ക് നമുക്ക് ഉയരാന്ന് വെച്ചാൽ നമ്മളിൽ കുറച്ചും കൂടി സ്കില്ലിനെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സ്ഥലത്ത് നമുക്ക് വേണ്ടത് ഒരു ജോലി ഉള്ളൂ എങ്കിൽ ആ ജോലി നമ്മൾക്ക് തുടരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനും കഴിയണം? മറ്റൊരു സ്കില്ലിൽ നമ്മുടെ കഴിവ് തെളിയിക്കാൻ നമ്മൾ കഴിയണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു ഹോസ്പിറ്റൽ, ഒരു ജോലിയും ചെയ്യാൻ എനിക്കറിയില്ല. എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു, ഞാൻ വിധവയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ എന്റെ കുട്ടികൾക്ക് അരി വാങ്ങാൻ കഴിയും. അപ്പൊ അവിടെ ചിന്ത വരുന്നുള്ളൂ, കുട്ടികളുടെ ഭക്ഷണം എന്ന ചിന്ത മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ആ അരിക്കുള്ള ഒരു ജോലി എന്താ കിട്ടുക? ഇവിടെ അടിച്ചു വരാനുണ്ട്, ഞാൻ എന്നെ റെഡിയാണ്. പറയാൻ വിട്ടു, ഞാൻ മലപ്പുറത്തുകാരാണ്, മലപ്പുറം സ്റ്റൈലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി എന്താണ് ആ ഭാഷ എന്നുള്ളത്, ടെക്സ്റ്റ് ചെയ്താൽ മതി, ആരെങ്കിലും ഒരാളതിൽ എഡിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത്, അടിച്ചു വരാനുള്ള ഒരു ജോലി, തൂത്തു വരാനുള്ള ഒരു ജോലി മാത്രമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു 6,000, 7,000 അല്ലെങ്കിൽ 10,000 താഴെയുള്ള ഒരു സാലറി അവർക്ക് കിട്ടിയിരിക്കും ഒരു മാസത്തെ. അതുകൊണ്ട് അവനങ്ങനെ കുടുംബം പോറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് നോക്കുക. അതിൽ ആ ഡോക്ടർ എന്താ ചെയ്യുന്നത്? രോഗികൾക്ക്, അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്നു, അവരെ സംരക്ഷിക്കുന്നു, മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അയാളുടെ സേവനം ആ സ്ഥാപനത്തിന് വളരെ വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൂടുതൽ പണം കൊടുക്കുന്നുണ്ട്. അപ്പോ ഇയാൾക്ക് 10,000 ആണെങ്കിൽ 10,000 താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് 1,00,000 അടുത്തേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കാം. പറഞ്ഞു വന്നത്, നമ്മളിൽ എത്രത്തോളം സ്കില്ലിനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഇൻകം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോ പണം എന്നത് നമ്മളുടെ ഐഡിയയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാതെ എന്തല്ല, നമ്മളെ മാനസികമായിട്ട് പക്വതയില്ലാതെ തളർന്നു കിടക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ മാറി പണം എന്നത് യെസ് എന്റെ മനസ്സിന്റെയും എന്റെ കുടുംബത്തിന്റെയും ഐശ്വര്യമാണെന്ന് തിരിച്ചറിയുന്നതോടും അതോടൊപ്പം തന്നെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും ഒരു വില കൊടുക്കാനും അല്ലെങ്കിൽ വാല്യൂ കിട്ടാനും കഴിയും. സാലറി ഇല്ലാതെ, ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയും എന്തെങ്കിലും ഒരു ജോലി, നേരത്തെ പറഞ്ഞ ഒരു തൂപ്പുകാരുടെ ജോലിയെങ്കിലും കിട്ടിയിട്ട് കുടുംബം പോറ്റുന്ന ഒരു സ്ത്രീ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുത് തന്നെ. രണ്ടും സ്ത്രീകൾ തന്നെ. ഒന്നും കൂടെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യാം. അത് ജോലി ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു ഇതുവരെ നമ്മൾ പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ജോലി ഒന്നും ചെയ്യണം എന്നല്ല,
എന്തെങ്കിലും ഒരു സ്കില്ലിൽ നമ്മൾ കഴിവ് നിറയുകയാണെങ്കിൽ ആ ഒരു സ്കില്ല് എത്രയോ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുമോ അത്രയും വരുമാനം നമ്മളിലേക്ക് എത്തുമെന്നർത്ഥം. ഞാനത് പറഞ്ഞല്ലോ, അധ്യാപകനാണെന്ന് പറഞ്ഞു. അപ്പൊ അധ്യാപകൻ എന്നതിൽ ഗവൺമെന്റ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ സർവീസ് ഞാൻ ആ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്റെ സാലറി അത് കൃത്യമാണ്. എന്നാൽ ഇതേപോലെ ഞാനിതാ ഇവിടെ വെറുതെ ഇരിക്കുന്ന വൈകുന്നേരം ഞായറാഴ്ച ദിവസം ഫ്രീ ആണ്, അവർ ഈ സമയത്ത് ആർക്കൊക്കെയോ എന്റെ സേവനം കൊടുക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്റെ ഇൻകവും എന്ത് ചെയ്യും, എക്സ്ട്രാ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ സൗജന്യമായി ചെയ്യാനുള്ളത് നമുക്ക് നന്നായി ചെയ്യാം. പറഞ്ഞു വന്ന് ഒരു സേവനമെങ്കിലും, ഒരു സേവനത്തിന്റെ ഒരു സൈഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വേറൊരു സേവനം കൂടി നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ നമ്മുടെ സേവനം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മനുഷ്യജീവിക്ക് നമ്മളുടെ ഒരു എനർജി കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അപ്പൊ വളരെ വലിയ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ നമുക്കും ഒരു വാല്യൂ ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഏതായാലും ശരിക്കും പണം എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലാണ്. നമ്മളെ ഡിസ്പ്ലേയിൽ കണ്ടു, പോക്കറ്റിലല്ല പണം. അല്ലെങ്കിൽ മനസ്സിൽ എത്രത്തോളം പണം ഉണ്ടോ, എനിക്ക് എത്രത്തോളം വേണമെന്ന ചിന്തയുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയുന്നുള്ളത് തന്നെയാണ്. ഇനി ഞാൻ ഒരു കാര്യം വേണ്ടി ചോദിച്ചോക്കട്ടെ, നിങ്ങൾക്ക് താങ്ക് യു കടം വാങ്ങാൻ പഠിപ്പിച്ചു മാത്സ് സാർ അല്ലെ? മാത്സ് സാറാണ് പഠിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു. ഞാൻ അതിൽ പിന്നെ മെസ്സേജ് വായിക്കാതെ വിട്ടുപോയതാണ്. ക്യാഷ് പ്രോബ്ലം തന്നെയാണ് എജ്യൂമിയിലേക്ക് എത്തിച്ചേർത്തത്. വെരി ഗുഡ്. എജ്യൂമി നിങ്ങളുടെ സ്കില്ലിനെയാണ് വളർത്തുന്നത്. നിങ്ങൾ പല ആളുകളും എജുമിയെ പറയാതെ ഞാൻ ഈ പണത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. പല ആളുകൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ആളുകളാണ് പലരും. എന്നാൽ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ഈ ഫോണിൽ വെറുതെ സമയം കളയുന്ന സമയത്ത് നിങ്ങളുടെ പഠനത്തെ എത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ സേവനമാണ് എജുമി ചെയ്യുന്നത്. അതാണ് ഞാനും അതിലൊരു ഭാഗമായിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങളെ പഠിക്കാനൊരു ആഗ്രഹം കൊണ്ടുവച്ചല്ലോ, ഇതേ സാധനം, ഇതേ സ്കില്ലിന് നിങ്ങളുള്ളിൽ തോണ്ടി നോക്കിയാൽ മതി. നിങ്ങളൊന്നിങ്ങനെ ചികഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം ഈ കഴിവ് മാത്രമല്ല എന്നിലുള്ളത്. എന്ത് പറയാം, നമ്മുടെ നാട്ടിലെ പരിസരത്തിലൊക്കെയുള്ള ആളുകൾ ജീവിക്കുന്ന ജീവിത രീതി മാത്രം ആലോചിച്ച് നോക്കി. ഞാനാണെങ്കിൽ പഠിച്ചിട്ടില്ല, എനിക്കാണെങ്കിൽ അധ്വാനിക്കാനും കഴിവില്ല, ഇനി ഞാൻ എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്നവിടത്തുനിന്നാണ് കടല കച്ചവടം ചെയ്യുന്ന കടല എന്നുള്ള കശുവണ്ടി കച്ചവടം അല്ല പറഞ്ഞത്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കടല എന്ന് പറയും. മറ്റുള്ള ജില്ലകളിൽ അതിനെന്താ പേര് പറയാ? കടല മാത്രമല്ലല്ലോ അല്ലെ, കപ്പലണ്ടി എന്ന് പറയും. ഈ വൈകുന്നേരം കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാൾ ഞങ്ങൾ പെരിന്തൽമണ്ണ പരിസരത്ത്, അന്ന് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. ഒരു ദിവസം അയാള് എത്ര രൂപയാണ് പണം അയക്കുന്നു എന്നൊരു ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു 200-300 രൂപ ആയിരിക്കും 2010-12 കാലഘട്ടത്തിൽ അയാൾ കിട്ടുന്നുണ്ടാവുക എന്നാണ് എന്റെ ധാരണ. എന്നാൽ ബാങ്കിന്റെ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് ബാങ്കിലെ മാനേജർ എന്നോട് പറയാണ്, അദ്ദേഹം ഇവിടെ വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ കടല കച്ചവടം മാത്രം ചെയ്യുന്ന ആളാണ്. അയാളാണ് ഇപ്പോ 5000 ഡയലി നാട്ടിലേക്ക് അയക്കുന്നത്. ഏത് കാലത്താണ്? 2008-2012 ഇതിനിടയിലുള്ള സമയത്താണ് വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും ഒരു വർക്ക് ഈ പറയപ്പെട്ട സമയം നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഫോണിൽ നിന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ചിരട്ടിക്കളിക്കുക അല്ലെങ്കിൽ തോണ്ടിക്കളിക്കുന്ന സമയമാണ്. ആ സമയത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഏതെങ്കിലും ഒരാളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ യെസ്, നമ്മുടെ മൈൻഡ് സെറ്റ് മാറുകയും ഇൻകം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ആകെ ആഗ്രഹിക്കുന്ന ജോലി മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സർക്കിളിനുള്ളിൽ നമ്മൾ ഒതുങ്ങിക്കൂടും. അതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് പുറത്ത് കിടക്കാൻ കഴിയില്ല. സാലറി കിട്ടിയ ആള് ആ സാലറി ബേസ് ചെയ്തിട്ട് മാത്രമേ ജീവിക്കേണ്ടാവുള്ളൂ. കാരണം ഇന്ന് 10,000 കിട്ടി, ആ 10,000 കിട്ടുന്നത് 5-ാം തീയതി 6-ാം തീയതി ആകുമ്പോഴേക്ക് സാലറി കിട്ടി, 10-ാം തീയതി 15-ാം തീയതി ആകുമ്പോഴേക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് കൊടുക്കാനുള്ള വഴികൾ അടക്കുന്ന വഴിയാണ്. നമുക്ക് അതിലേക്ക് വീണ്ടും വഴിയേ വരാം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നിരുന്നു, ഒരാളുടെ സമ്പത്ത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ തുകയെ മാത്രം സൂചിപ്പിക്കുന്നില്ല, മറിച്ച് അവരുടെ മാനസികാവസ്ഥയും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പണം എനിക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ വേണം അർജന്റായിട്ട്, എത്ര ദിവസം വേണം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ? നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. എത്ര സമയം വേണം, എത്ര മാസം വേണം, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒന്ന് വിട്ടോളൂ, വേഗം, വളരെ പെട്ടെന്ന്. 2 വർഷം വേണം, ഒരു ഉത്തരം കിട്ടി, താങ്ക് യു. 2 വർഷം, 1 മാസം, താങ്ക് യു. 2 വർഷം, ഒരാൾ 2 വർഷം ഇനി 2 വർഷം തന്നെ എഴുതിക്കൊണ്ടെന്നില്ല, വാട്സപ്പ് വിട്ടോളി. ഇത്ര കാലം പറ്റിയില്ലെന്ന് വെറുതെ പറയണം, അത് കഴിയും. 1.5 വർഷം വേണം,
ആ ചോദ്യം 3 വർഷം വേണം. ഓക്കെ, താങ്ക് യു. ഇത് തന്ന മെസ്സേജുകൾക്ക് 6 മാസം. അതേ ചോദ്യം ഞാൻ തിരിച്ചും ചോദിക്കുകയാണ്. എന്റെ കുട്ടിയാണ്. എന്റെ കുട്ടി ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുകയാണ്. വളരെ പെട്ടെന്ന് എനിക്ക് ഈ പറയപ്പെട്ട 50 ലക്ഷം രൂപ വേണം. 5 ലക്ഷോ 10 ലക്ഷമല്ല ചോദിച്ചത്, 5 അല്ല 10 അല്ല 50 ലക്ഷം രൂപ എനിക്കിത് വൈകുന്നേരത്തിന് മുമ്പ് വേണം. പറയൂ, എന്നെ കൊണ്ട് കഴിയോ ഉണ്ടാക്കാൻ? പറ്റില്ല. ഇച്ചു ഇച്ചു ബോസിയാനും പറ്റില്ല എന്നാ? ഇല്ല, ഇന്ന് വൈകുന്നേരം എനിക്ക് വേണമെന്ന് കഴിഞ്ഞാൽ യെസ്, കഴിയും കഴിയും കഴിയും. എന്താ കാരണം? എന്റെ ആവശ്യം അത്ര സ്ട്രോങ് ആണെങ്കിൽ എങ്ങനെ പണം ഉണ്ടാക്കണം എനിക്ക് അപ്പോ അറിയാം. എന്നെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ടും കഴിയും. അപ്പൊ ഇനി ആലോചിക്കേണ്ടത് ആ കഴിവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്. NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ കാര്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ സ്കില്ലും ഉള്ള ഒരാളാണ് നമ്മളെ പ്രപഞ്ചനാഥൻ ഈ ദുനിയാവിലേക്ക്, ഭൂലോകത്തേക്ക് അയച്ചപ്പോ ഒരുപാട് എനർജിയും ശക്തിയും തന്നിട്ടാണ് അയച്ചത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദ്യം തന്ന പോലെ കുറെ നിർദ്ദേശങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സ്കില്ലിനെ ഒക്കെ കൊണ്ട് ഒതുക്കി 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 വെച്ചു. ഇപ്പൊ നമുക്ക് എന്താ കഴിയുക? ഒന്നിനും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഉള്ള കഴിവിനെ പോലും പുറത്തേക്ക് എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ്. ഇന്ത്യയൊക്കെ ഇല്ലാന്ന് മാത്രമല്ല, ഞാനത് പുറത്തേക്ക് എടുക്കാൻ പോലും സമ്മതിക്കില്ല. അവിടെ നിന്നാണ് നമ്മൾ ഒരു മാറ്റം ആഗ്രഹിക്കേണ്ടത്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും, അങ്ങനെ എന്നിലുള്ള വാല്യൂവിനെ, ഇന്ന് നമ്മൾ അതേ പറയുന്നുള്ളൂ, സ്കില്ലിനെ നമ്മൾ ഒന്നും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിയുമോ? യെസ്, അത്രത്തോളം ഇൻകം നമ്മളിലേക്ക് വരും. ആ വന്ന ഇൻകത്തിനെ എന്ത് ചെയ്യണം എന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ആ ഇൻകത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നും കൂടെ പഠിപ്പിക്കുമ്പോഴേ നമ്മളൊരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുകയാണ്. ഇങ്ങനെ ചോദിക്കട്ടെ, ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് എന്തെല്ലാം വേണമെന്നൊരു ചിന്ത ചോദിക്കുകയാണെങ്കിൽ ആ ചിന്തകൾക്കൊന്നും 10 വർഷം വരെ കാത്തിരിക്കാൻ ആഗ്രഹിക്കില്ല. ഒരു വീട് വേണം, ഇപ്പോഴേ വേണ്ടി വരും. നമുക്ക് ഒരു കാറ് വേണം, അത് ഇന്നേ വേണ്ടി വരും. അപ്പോ വരവെന്ത്, ചെലവെന്ത്, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത്, ഈ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ എന്ത്, ഇത്യാദി കുറെ കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമയം പരിമിതി വളരെ കുറവാണ്. നിങ്ങളെയൊക്കെ പരിചയപ്പെട്ട ശേഷം വേണം ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കത്തിവെക്കുന്നത് പോലെ തോന്നും. ഒരു പരിചയമില്ലാത്ത ആളെ മുന്നിൽ ഞാൻ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് എന്നോട് വരെ ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം പണത്തെക്കുറിച്ച് നമ്മൾ കേട്ടതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ പണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ആളെയും നമ്മൾ അങ്ങനെ നെഗറ്റീവോടുകൂടെയാണ് കണ്ടിട്ടുണ്ടാവുക. ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് പണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ പലിശക്കാരനായിട്ടാണ് നമ്മൾ ഇതുവരെ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. ഏതായാലും എന്നെ ഭയപ്പെടേണ്ടതില്ല, എന്നെ വെറുക്കേണ്ടതില്ല. ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഒരു കടക്കാരനായി ജീവിക്കുന്നു, കടക്കാരനായി മരിക്കുന്നു. ഓക്കെ, പക്ഷെ ആ കടത്തിന്റെ ബാധ്യത നമ്മുടെ മക്കളിലേക്ക് ഏൽപ്പിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അതുകൊണ്ട് കടക്കാരൻ എന്നത് ഒരു പ്രശ്നക്കാരനാണ്. ആ പ്രശ്നക്കാരന് ശരിക്കൊന്ന് പഠിച്ചാൽ ആ കടം എന്ന വിഷയമേ ഇല്ല എന്നുള്ളതാണ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇന്ന് പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ അടുത്ത സ്ലൈഡും കാണിച്ചു കൊടുത്തോളൂ. കണ്ടോ, സമ്പന്നമായ മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവ് കാഴ്ചപ്പാടാണ് ഉണ്ടാവുക. എപ്പോഴും അവര് സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കും. എന്നാൽ നേരെ ഓപ്പോസിറ്റോ, ഈ പറയപ്പെട്ട പൈസയൊന്നും ഇല്ല, പിന്നെ ഈ പണത്തെക്കുറിച്ച് പറയുന്ന ആൾക്ക് പറയുന്ന ആളുകളെ പോലും വെറുപ്പായിരിക്കും. അവർക്ക് നിരാശയുണ്ടാവുക. നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ ഒരു സെക്കൻഡ് മുന്നേ ഞാൻ പറഞ്ഞ പോയിന്റിനെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സാധാരണഗതിയിൽ നമ്മൾ ജോലി കിട്ടി, ശമ്പളം കിട്ടുകയാണെങ്കിൽ ഒരു സർക്കിൾ പോലെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെയാണ് ആ സർക്കിളിന്റെ റൗണ്ടിങ് നിങ്ങൾക്ക് അറിയോ? ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയാൽ ഞാൻ എന്താ ചെയ്യുക? അതിന് ഞാൻ പോയിട്ട് കടം വീട്ടും. കാരണം ഞാൻ കടക്കാരനാണ്. അപ്പോ കടം വീട്ടും. എന്നിട്ട് ആ കടങ്ങൾ, കുറച്ച് ബില്ലുകൾ, ഇതെല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. താങ്ക് യു. ശമ്പളം കിട്ടുന്നു, കടം അത് കുറച്ചുകൂടെ അത്യാവശ്യ ചെലവ് കഴിയുമ്പോൾ കുറച്ചുകൂടി കടം കിട്ടുകയും ചെയ്യും. കഴിഞ്ഞു. കാരണം 10-ാം തീയതി കഴിഞ്ഞു, 15-ാം തീയതി ആയി, കിട്ടിയ സാലറി കഴിഞ്ഞു. ഇനി 10 ദിവസം കഴിയണം, അല്ലെങ്കിൽ 5 ദിവസം കഴിയണം. ആ 5 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് ഞാൻ കടം വാങ്ങുകയും ചെയ്യും. കാരണം സാലറി ഉള്ള ഒരാളാണെങ്കിൽ കൊടുക്കാൻ നമ്മുടെ ചങ്ങാതിമാരെല്ലാം റെഡി ആയിരിക്കും. ആളുകൾ ക്യാഷ് കൊടുക്കും. അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? കിട്ടിയ ക്യാഷും കൊണ്ട് നമ്മള് കടം വീട്ടാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം? ജോലിക്ക് പോകാൻ നിർബന്ധമാണ്. കാരണം ഈ കടം വീട്ടിയേ മതിയാകുമല്ലോ. അപ്പൊ കടം വീട്ടാൻ വേണ്ടി വീണ്ടും ജോലിക്ക് പോകും. അപ്പോ വീണ്ടും ജോലി, ശമ്പളം കിട്ടുന്നു, കടം കിട്ടുന്നു, ജോലി കിട്ടുന്നു, കടം കിട്ടുന്നു, ഇങ്ങനെ കടം വീട്ടാൻ വേണ്ടി വീണ്ടും പണിക്ക് പോകുന്നു. ഇങ്ങനെ ആയാൽ നമ്മളെന്നും കടക്കാരനായിരിക്കും.
ടെൻഷനായിരിക്കും. ഇതേ സമയത്ത് നമ്മളെ മക്കളോ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ഒരു 10 രൂപ എക്സ്ട്രാ ചോദിക്കുകയോ, അല്ലെങ്കിൽ മക്കൾ പറയാണ് ടൂർ പോകണം, സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട്, ഒരു ബുക്ക് വേണം, പെൻസിൽ വേണം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായ ഒരു പെൻസിലിനൊക്കെ 1 രൂപ വില ഉണ്ടാവുള്ളൂ. പക്ഷെ കടത്തിന്റെ മേലെ ചിന്തിക്കുന്ന ഈ മാതാവിനും പിതാവിനും പെൻസില് വളരെ വിഷയമായിരിക്കും. നീ എന്തിനാ തന്ന പെൻസിലൊക്കെ തിന്നുകയാണോ എന്നൊക്കെ നമ്മളോട് തന്നെ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നുണ്ടാവും. താങ്ക് യു മുബശ്ശിറ. ഓക്കെ, പറഞ്ഞു തന്നത് കടം കിട്ടുന്നു, ജോലിക്ക് പോകുന്നു, അങ്ങനെ ആയാലും നമ്മൾ ആ ജോലിയിൽ തുടരൽ നിർബന്ധമായിരിക്കും. എന്തെങ്കിലും ഒരു ദിവസം ആ ജോലിയിൽ, അല്ലെങ്കിൽ നമ്മുടെ മുതലാളി അല്ലെങ്കിൽ നമ്മുടെ മാനേജർ നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പിന്നെ ഒരു ജോലി കിട്ടുന്നത് വരെ അതീവ സങ്കടത്തോടെ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോ ശമ്പളക്കാരനായ നമ്മളിൽ പലരും അങ്ങനെയാണ് ഉണ്ടാവുക. ആ സാലറിക്കാരൻ നിർബന്ധമായും കണ്ടെത്തേണ്ടത് ഒരു എമർജൻസി ഫണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ഒരു 6 മാസമെങ്കിലും എനിക്ക് ജോലിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഫണ്ട് നമ്മൾ ആദ്യം മാറ്റിവെക്കണം. അതെങ്ങനെ മാറ്റിവെക്കാന്ന് ചോദിച്ചാൽ, സാലറി കിട്ടിയാൽ എത്ര രൂപയാണ് സാലറിയാണ്, 3000 രൂപ സാലറി കിട്ടുന്ന സമയമാണെങ്കിൽ പോലും അതിൽ നിന്നും എത്രയാണോ നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് അതിന്റെ ഒരു 20%, 10,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ 20%, ഒരു 2,000 രൂപയെങ്കിലും നിങ്ങൾ അത് മാറ്റിവെക്കണം. അത് ആദ്യമേ മാറ്റിവെക്കണം. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് മാറ്റിവെക്കാന്നാൽ അത് നടക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20%, സാധാരണ അങ്ങനെയാണ് പറയാറുള്ളത്. 25% കാൽഭാഗം മാറ്റിവെക്കാനാണ് പറയേണ്ടത്. ഞാൻ ചുരുക്കി പറയണം, 20% ഓരോ സാലറിയിലും നിങ്ങളുടേതല്ല, എമർജൻസി ഫണ്ടല്ല മാറ്റിവെക്കാൻ. അപ്പോ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 6 മാസം നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള പണം, അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടേത് മാത്രമായിട്ട് മാറ്റിവെക്കുന്നു. പ്രവാസ ലോകത്തുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമായിരിക്കും. കാരണം അവർക്ക് കിട്ടുന്ന സാലറി മുഴുവനും അവർ നാട്ടിലേക്ക് അയക്കും. എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് കുറ്റം പറിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്തോ ഒന്നിനും പണം ഉണ്ടാവില്ല. അപ്പൊ വരുന്ന സമയത്ത് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവിടെ കിട്ടുന്ന ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി വന്ന് ഇവിടെ ഒരു 6 മാസം നിന്നാൽ മുഴുവൻ കടം വാങ്ങിയിട്ട് വീണ്ടും തിരിച്ചു പോയി കുടുംബത്തേക്കും അയക്കുന്നു, കടം വീട്ടുന്നു. ഈ ഒരു സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ ഒരു സെക്കൻഡിൽ നമുക്കൊരു പെട്ടെന്നൊരു അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആകസ്മികമായ രോഗങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ ബാധ്യതകളുടെ മേലെ ബാധ്യത നമുക്ക് വരികയാണ് ചെയ്യുക. അപ്പോ ജോലിക്ക് പോകൽ നിർബന്ധമാണ് എന്ന സിസ്റ്റം ഒന്ന് മാറ്റിപ്പിടിക്കാൻ ഏറ്റവും നല്ല പരിപാടി, നിങ്ങൾ കടമുണ്ടെങ്കിലും ശരി, കടമുള്ള ഒരാളാണെങ്കിലും ശരി, 20% നിങ്ങളത് ഈ പറയുന്നതിൽ മാറ്റി വെക്കണം. അപ്പോൾ കടമുണ്ട്, വലിയ വാല്യൂ ഉള്ളൊരു അല്ലെങ്കിൽ വളരെ വലിയ നിന്ന് എടുത്താൽ പൊങ്ങാത്ത കടമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ പോലും കിട്ടുന്ന പണത്തിൽ നിന്ന് ചെലവഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാലോ, ചെലവഴിക്കാൻ കഴിയും, ഈസി ആയിട്ട് കഴിയും. അതല്ല, 20% മാറ്റി വെക്കുക. ഇപ്പോ എന്റെ NLP ക്ലാസ്സിലേക്ക്, ഞാൻ പേഴ്സണലായി നടക്കുന്ന ക്ലാസ്സിലേക്കൊക്കെ വരാൻ വേണ്ടി പറയുന്ന ആളുകൾ സ്ഥിരമായി വന്നോളൂ. നിങ്ങൾ വഴിയെ നിങ്ങളുടെ സ്കില്ല് വർദ്ധിക്കുന്ന സമയത്ത് പണം അടച്ചാൽ മതി എന്ന് പറയും. ചില വീട്ടമ്മമാരൊക്കെ പറയാറുള്ളത്, എവിടെ ഞങ്ങൾക്ക് ഇതേ കാശ് കിട്ടുന്നില്ല. ഇതേ കാശ് കിട്ടാത്ത ആളുകൾ തന്നെ ഇപ്പൊ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുകയും വീട് വരെ വാങ്ങിയ വീട്ടമ്മമാരെ നമ്മൾ കൂടെ. ഞാൻ പറഞ്ഞു വന്നത്, ആളുകളെ ഈ ക്ലാസ്സിൽ വന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമുക്ക് കഴിയും എന്ന ചിന്ത എന്നാണോ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ എന്നാണോ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയണത്, ആ നിമിഷം മുതൽ നമ്മൾ മാറും. അപ്പോ ആദ്യത്തെ ഘട്ടം 20% എമർജൻസി ഫണ്ട് എന്നുള്ള പേരിൽ നിങ്ങൾ മാറ്റി വെക്കണം. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പണം കൊണ്ട് കടം വീട്ടണം. കടത്തിലെ ഒരു വിഹിതം നിങ്ങൾ അടച്ചോളൂ. ഏതായാലും EMI എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. കടമുള്ളത് നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കും, അതൊക്കെ. പക്ഷേ പിടിച്ചു നിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 മാസത്തേക്കുള്ള നിങ്ങളുടെ ഈ സാലറിയുടെ ഒരു കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് വെച്ചാണ്. പിന്നെ ഈ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യൽ തുടങ്ങും. ഇന്ന് ഞാനാണ് എനിക്ക് വേണ്ടി പണിയെടുക്കുന്നത്. എന്റെ ഈ സ്കില്ലങ്ങ് നിലച്ചു. പക്ഷെ എന്നെ ആശ്രയിച്ച് എന്റെ മക്കളും എന്റെ ഭാര്യയും കുടുംബവും എല്ലാം ജീവിക്കുന്നുണ്ടാവും. അവർക്ക് ഞാനില്ലെങ്കിൽ, ഞാനും കിടപ്പിലായാൽ അവർക്ക് എങ്ങനെ ജീവിതം കൊണ്ടുപോവാം? ഞാൻ അറിയണ്ട എന്ന് നമ്മൾ പറയും. പണ്ടൊക്കെ LICക്കാർ അങ്ങനെ പറയാം, അല്ലെ? LICയിൽ നിങ്ങൾ അങ്ങനെ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഇത്ര കിട്ടുമെന്ന് പറയും. അപ്പൊ അങ്ങനെ കിട്ടിയതുകൊണ്ട്, അവർക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് എന്താ കാര്യം? ഞാൻ അങ്ങനല്ല. ഞാൻ രോഗിയായി കിടക്കുന്ന സാഹചര്യത്തിൽ എന്റെ കുടുംബം എന്താകും എന്നൊരു ചിന്തയാണ് നമ്മളിൽ വേണ്ടത്. അങ്ങനെ രോഗിയാവുകയും വേണ്ട. അപ്പോ ഇതിലൊക്കെ ഒരു ഡിസിപ്ലിൻ,
പണവുമായി ബന്ധപ്പെട്ട ഒരു ഡിസിപ്ലിൻ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ യെസ്, നമുക്ക് നമ്മുടെ പണത്തിന് വേണ്ടത് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും എത്ര കാലം നിങ്ങൾ വർക്ക് ചെയ്തോ ആ വർക്ക് ചെയ്തതിന് അത്രയും നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമായിട്ട് വേറെ തന്നെ കാണാനും കഴിയും. അപ്പോ ഒരു കാലത്ത് എന്നോട് ചോദിച്ചു, ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഇത്ര കാലം നീ പണിയെടുത്തിട്ട് നീ എന്താണ് ഉണ്ടാക്കിയത്? എന്റെ വീട് പഴയൊരു വീട് പോലെയാണ്. 7 വർഷമാണ് വേണ്ടി വന്നു എനിക്ക് ഗൾഫിൽ നിന്നിട്ട് എന്റെ വീടിന്റെ അടിഭാഗം തീർക്കാൻ. ആകെ ഒരു 800 സ്ക്വയർ ഫീറ്റ് വീടായിരുന്നത് ആണ്, ഇപ്പോഴും അത് തന്നെ. നിങ്ങൾ എന്നാലും കാണാം. അതിനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യുക ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ അതിന്റെ മുകൾ ഭാഗത്തേക്ക് എടുക്കാൻ, ഇതിന്റെ സ്ക്വയർ ഫീറ്റിനേക്കാൾ കൂടുതൽ മുകൾ ഭാഗത്തേക്കും പരിസരത്തേക്കും എടുക്കാൻ എനിക്ക് ആകെ 1.5 മാസമേ വേണ്ടി വന്നുള്ളൂ. 7 വർഷം കൊണ്ട് നിൽക്കുന്നത് സാധാരണ ജോലിക്കാരൻ കിട്ടുന്ന സാലറി, കുടുംബം, അവരുടെ കാര്യം, ഇവരുടെ കാര്യം, ഇതെല്ലാം നോക്കുന്നു. ചെലവുകൾ നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്. കുടുംബത്തിന്റെ ചെലവ് മാത്രമല്ലല്ലോ, ആ കുടുംബത്തിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളൊക്കെ ചെലവിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, നമ്മളിൽ അധികം ആളുകളും ഒരു കല്യാണം വേണ്ട, ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി, അത് മുതൽ ചെലവ് തുടങ്ങുകയാണ്. എന്റെ കല്യാണം കഴിഞ്ഞാൽ മതിയോ? അല്ല, വീണ്ടും വീണ്ടും ചെലവുകൾ വന്നിട്ട്. അപ്പൊ നമ്മുടെ ചെലവുകളെ നമ്മളല്ല കൺട്രോൾ ചെയ്യും. വരവ് എന്താ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പൊ വരവിനെ കൂട്ടുകയാണ്, അല്ലാതെ ചെലവിനെ കുറക്കുകയല്ല നമ്മൾ പഠിക്കേണ്ട പാഠം. ഒന്നും കൂടെ, ചെലവിനെ കുറക്കുകയല്ല വേണ്ടത്, ചെലവിനെ പോലെ തന്നെ പോകണം. ഇനി ഒരു പെൻസിലിനെ കുട്ടി ചോദിച്ചാൽ, കുട്ടികൾക്ക് നോട്ട്ബുക്ക് ചോദിച്ച കുട്ടീനെയൊന്നും നമ്മൾ വഴക്ക് പറയുന്നില്ല. പകരം എന്ത് ചെയ്യും, നമ്മുടെ ഇംഗത്തിനെ കൂട്ടുന്നത് എങ്ങനെയൊക്കെ എന്ന് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നു. അപ്പോ എക്സ്പെൻസിന് വരുന്ന വരവിന്റെ അളവിനെ കൂട്ടുകയും ഈ കിട്ടിയ പണം തന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കണം. അതെങ്ങനെയാ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. കിട്ടിയ പണം എങ്ങനെ ഉപയോഗിക്കണം. 20% നമ്മൾ പറഞ്ഞല്ലോ, മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ഈ പണം നിങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായി കാത്തിരിക്കുകയാണ്. ഇനി ഇതേപോലെ നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് ചെറിയൊരു വീതം മാറ്റിവെച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും കുടുംബ ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസാണ് നമ്മളിപ്പോ ഏറ്റവും നേരിടുന്ന വലിയ വെല്ലുവിളി. അതിനൊരു പരിഹാരം ആകെ നിങ്ങളുടെ സാലറിയുടെ ഒരു 5%, 2% മാറ്റിവെച്ചാൽ മാത്രം മതിയാവും. നമുക്ക് വഴിയെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. പറഞ്ഞു വരുന്നത്, ഹോസ്പിറ്റൽ കേസോ നമുക്ക് പ്രശ്നമല്ല, ഈ പറയപ്പെട്ട കടവും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനത്തിലെടുക്കണം. ഞാൻ കടം വാങ്ങുന്നില്ല എന്ന തീരുമാനമെങ്കിലും നിങ്ങൾ എടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന്, കടം വാങ്ങുന്നില്ല എന്ന തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. യെസ്. താങ്ക് യു. കടം വാങ്ങില്ല എന്നുള്ള തീരുമാനം ഉറച്ച തീരുമാനമായിരിക്കണം. ഇനി ഞാൻ വാങ്ങില്ല, വാങ്ങിയത് നമ്മൾ കൊടുത്തു വിട്ടു, ഇനി ഞാൻ വാങ്ങുന്നില്ല. അതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ, വരാനുള്ള പണത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ഇയാളെ കയ്യിൽ നിന്ന് എല്ലാവരും ടൈപ്പ് ചെയ്തോ, എല്ലാവരുടെയും നിങ്ങൾ വന്നത് നമ്മൾ കാണട്ടെ. ഇത്ര ആള് വന്നു എന്തെങ്കിലും അറിയാനുള്ളത് സൗജന്യമായി കിട്ടിയല്ലോ. ഒരു എസ് വിട്ടാലും നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എസ് വിട്ടാലേ മാത്രമല്ല, ഇനി വാങ്ങുന്നില്ല എന്നുള്ള തീരുമാനം എടുത്താൽ തന്നെ കുറേ കാര്യങ്ങൾ മാറി നിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എന്റെ മരണത്തിന് എനിക്ക് തീരുമാനിക്കാൻ കഴിയോ എന്നൊരു ചോദ്യമുണ്ട്. എന്റെ മരണത്തെ എനിക്ക് തീരുമാനിക്കാൻ കഴിയോ? നമ്മൾ പറയും ആത്മഹത്യയാണെങ്കിൽ തീരുമാനിക്കാം, അല്ലാത്ത മരണങ്ങളൊക്കെ ഏത് സമയത്തും മരിച്ചുകൂടെ എന്ന് പറയും. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയണ സുഹൃത്തുക്കൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അടുത്ത് മരണപ്പെട്ട ആളുകളോട് ചെക്ക് ചെയ്താൽ മതി. അവർ മരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി നമ്മൾ കാണില്ല എന്നെല്ലാം പറയുന്ന ചില വാക്കുകൾ ഉണ്ടാവും. മരണത്തിന് വിടവാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ അവർ സംസാരിച്ചിട്ടുണ്ടാവും. ഇതേ ഒരു ചിന്ത നമ്മൾ ന്യൂറോ പാത്വേയിൽ നടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ നമ്മുടെ മരണവും അടുത്താണ്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മരണത്തെ, രോഗത്തെ ഒക്കെ മാറ്റിവെക്കാൻ കഴിയും. അതാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലൂടെ നമ്മുടെ തലച്ചോറിന്റെ ആ ഭാഷയെ നമുക്ക് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ രോഗവുമില്ല, അസുഖവുമില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. അത് നമുക്ക് വഴിയെ പഠിക്കേണ്ട വേറൊരു മേഖലയാണ്. ഏതായാലും പഠിക്കാൻ ഒരുങ്ങിയ നിങ്ങൾ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായി അഭിനന്ദിക്കണം. കാരണം പഠിക്കുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് കണ്ട ഉറക്കം വരുന്ന ആളുകളായിരുന്നു നമ്മളെല്ലാം. അതിൽ നിന്നും മാറുകയാണ് നമ്മൾ എങ്ങനെ പഠിക്കാനുള്ള ചിന്താഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പണത്തിനെ കുറിച്ച് നമ്മൾ കാര്യമായി പഠിക്കേണ്ടതുണ്ട്. ആ പഠിക്കാനുള്ള ഒരു വേദിയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്.
സന്തോഷം എജുമി. അപ്പോ ഇത്രയേ ഉള്ളൂ. അത് നോക്കിയാൽ ടെക്സ്റ്റിൽ കാണുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ അരിത്തമെറ്റിക്. ഒരു ചെറിയൊരു കണക്ക് എന്താ കാണുന്നത്? യുവർ ഇൻകം ക്യാൻ ഗ്രോ ഓൺലി ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് യു ഡു. നമ്മൾ എത്രത്തോളം വികസിപ്പിച്ച് ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം ഇൻകം നമ്മളിത് കൂടിയിട്ടുണ്ടോ? എനിക്ക് ഒരു എന്താ പറയാ 2000 അല്ലെങ്കിൽ 2 മോഡൽ കാറ് മതി എന്ന് കരുതി ആ 2000 കാറ് എന്റെ ഉടമസ്ഥയിലുള്ളതാണ്. അല്ല, എനിക്ക് ഈ 2024 ഏറ്റവും പുതിയ അപ്ഡേഷൻ വേണമെന്ന് കരുതുന്ന ആൾക്കോ അത് അയാൾക്കും കേടിയിരിക്കും. നിങ്ങൾക്കറിയാലോ, കുറച്ചു മുമ്പ് ഒരാളുടെ ഞാൻ റോൾസ് റോയ്സ് കാറ് വാങ്ങും എന്നൊരാൾ അഭിപ്രായം പറഞ്ഞപ്പോ തൊട്ട് താഴെ ഒരാൾ കമന്റ് ഇട്ടത്, നീ എഴുതിയ റോൾസ് റോയ്സിന് യെസ് എന്നാണ്, അതിന്റെ സ്പെല്ലിങ് സി ആണ്. അപ്പൊ ആദ്യം എഴുതിയാൽ ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞ ആള് പറയുന്ന വാക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, നീ സ്പെല്ലിങ് നോക്കിയിരുന്നു, ഞാൻ കാറുമായി വാങ്ങി വരാം. നമ്മളിങ്ങനെ തെറ്റ് നോക്കുന്ന ആൾ ജീവിതകാലം മുഴുവൻ തെറ്റുകളും പ്രശ്നങ്ങളുമേ നോക്കി കാണാൻ കഴിയുള്ളൂ. അതേ സമയത്ത് നമ്മുടെ ഗോൾ ഇന്നതാണെന്ന് കണ്ടാൽ ആ സാധനം നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പൊ നമ്മളെ ഒന്നും കൂടെ സ്ട്രെച്ച് ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയാൽ, ഈ കഴിവിനെ ഒന്നും കൂടി വികസിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങിയാൽ നമുക്ക് ഒരുപാട് ഇൻകം നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ പഠിക്കാം. ഇപ്പൊ ഇതുവരെ കിട്ടിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു പണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ ഒരു അസ്വസ്ഥത വരുന്ന അങ്ങനെ ഒരു അസ്വസ്ഥത വന്നിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. താങ്ക് യു. സമാധാനായി. അപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 20% നിങ്ങളുടെ ചെലവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. അപ്പോ എങ്ങനെ ഇനിയിപ്പോ എനിക്കിപ്പോ ജോലി ഒന്നുമില്ല എന്ന് തോന്നുന്ന ഭാര്യമാര് കൂടെ ഉണ്ടാവും. എന്റെ ഭാര്യയും കൂടെ ഉണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എനിക്കൊരു 500 രൂപ വേണം എന്ന് പറഞ്ഞാൽ 500 മാറ്റി വെച്ചാൽ മതി. എനിക്ക് 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, 4 മക്കളാണ്, 2 പെണ്ണ് 2 ആണ്, എല്ലാം കല്യാണം കഴിച്ചതാണ്. മൂത്ത പെൺമകള് ഭർത്താവ് സാലറിയുമായി വന്നാൽ അതിൽ നിന്നും കുറച്ച് മാറ്റി വെക്കും. ഞാൻ കുറച്ചിട്ടിട്ടുണ്ടോ എന്ന് പറയും. മലയാളത്തിൽ തന്നെ പറയണ്ടോ, നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകളെ അറബിയോട് മലയാളത്തിൽ പറയുന്ന പോലെ അല്ല. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞ് ആൾക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ അതേ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ ആ കൊടുക്കുമ്പോൾ അത് കടമായിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താവിന്റെ സമ്മതത്തോടെ, കട്ടെടുക്കാനല്ലാണ്, സമ്മതത്തോടെ കുറച്ച് പണം അതിൽ നിന്ന് 500 അയാൾക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ സമ്മതത്തോടെ എടുത്തു മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് പണം എന്ത് ചെയ്യണം അത് നമുക്ക് വഴിയെ പറയാം. തൽക്കാലം അദ്ദേഹത്തിന് ബാധ്യതയാവാത്ത, ഭർത്താവിന് ബാധ്യതയാവാത്ത അയാൾ എന്നാൽ ഈ 500 ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് വലിക്കരുത്. ഇത് എന്ന് പറയേണ്ടതാണെന്ന് വെച്ചാൽ ഇതൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ട ഡയലോഗാണ്. 500 മാറ്റി വെക്കുക. ഇപ്പൊ 500 മാറ്റി വെക്കാൻ പോയിട്ട് ഭർത്താവിന്റെ കയ്യിൽ കയ്യിൽ കാണുന്ന പരിപാടി ഇപ്പൊ ഉണ്ടാവില്ല. കാരണം എല്ലാ സ്ഥലത്തും ഗൂഗിൾ പേ കൊടുക്കുക, സ്കാൻ ചെയ്യുന്ന കൊടുക്കുന്ന അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ കയ്യിൽ ക്യാഷ് ആയിട്ട് വെക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പൊ പഴയ പോലെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇപ്പൊ ഇന്ന് ഞാനൊരു കടയിൽ പോയപ്പോ കടക്കാരൻ പറഞ്ഞു, കടയിൽ വന്നൊരു ക്ലയന്റ് ചോദിക്കുകയാണ് കുറച്ച് ക്യാഷ് 300 രൂപ ചേഞ്ച് കാണിച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു 300 രൂപ എന്ന ചേഞ്ച് കണ്ടിട്ട് കുറെ കാലമായി. കടക്കാരൻ പറയാണ് അയാളെ കടയിലും ക്യാഷ് കിട്ടുന്നില്ല, കാരണം എല്ലാവരും വരുന്നു, സ്കാൻ ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. അപ്പൊ പണം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രയാസമില്ലാത്ത ഒരു വിഹിതം അതിൽ നിന്ന് മാറ്റിവെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് സാലറി കിട്ടിയാൽ എന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപങ്ങൾ ഇട്ട് തരണം കേട്ടോ എന്ന്, അത് എന്റെ പേഴ്സണൽ അക്കൗണ്ടാണ്, എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ സമ്മതത്തോടെ 1000 രൂപയൊക്കെ ചോദിച്ചാൽ മിക്കവാറും അധിക ഭർത്താക്കന്മാരും തരാൻ സാധ്യതയുണ്ട്. ഈ തന്നില്ലെങ്കിൽ കേസ് എടുക്കാൻ നിൽക്കേണ്ട, എജുവും ഇതിന് ഉത്തരവാദിയല്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുന്നുണ്ടോ, ഒരു 500 ഒരു 1000 രൂപയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരത് തരും. പക്ഷെ ഈ 500-1000 നമുക്ക് അവർക്ക് നിസ്സാരമാണെങ്കിൽ ഇതേ 500-1000 നമുക്കത് ഒരു വർഷം കൊണ്ട് അതുകൊണ്ടൊരു കാര്യമുണ്ട് ചെയ്യാൻ. ഒരു വർഷം ഒന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്കതിൽ ഡൈവേർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്യാന്ന് പറയാം. എങ്ങനെ എന്റെ പണം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ചില മേഖലകൾ പറയാം. ഒന്ന്, പഠിച്ചിട്ട് മാത്രം ചെയ്താൽ മതിയെ. ഒന്ന്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല, RD എന്ന് പറയും, ബാങ്കിൽ തന്നെ ഉണ്ടാവും. നിങ്ങളൊരു മാസത്തില് കിട്ടുന്ന സാലറിയിൽ നേരത്തെ പറഞ്ഞതുപോലെ സാലറിന്ന് 20% മാറ്റിവെക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ. ആ 20% നമ്മൾ മാറ്റിവെക്കുന്ന പരിപാടിക്ക് മനസ്സിൽ കരുതിയൊക്കെ റെഡിയാണ്. പക്ഷെ പ്രശ്നങ്ങളും ചെലവുകളും നേരത്തെ കാണുന്നുണ്ടാവും.
ഒന്നാമത്തെ പ്രാവശ്യം ബാങ്കിൽ തന്നെ നിങ്ങൾ തുടങ്ങിയ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒരു വേറൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ആദ്യ അക്കൗണ്ടിലേക്ക് ഇത്ര നേരത്തെ പറഞ്ഞ 20% ആണ്, അങ്ങനെ 25% ആണെങ്കിൽ അത്രത്തോളം മാറ്റി വെച്ച് തുടങ്ങാം. അപ്പൊ ഒരു പക്ഷെ ഇത് നമുക്ക് അതേ എമൗണ്ട് തന്നെ കിട്ടും, അത് സേഫ് ആയിരിക്കാം. എന്നാൽ അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഏതാ മ്യൂച്വൽ ഫണ്ട്, ഏതാ നല്ലത്, ഏതാ മോശം, അത് എന്നോട് ചോദിക്കരുത്. അത് ഇപ്പോഴത്തെ പാഠഭാഗമല്ല, നമുക്ക് ഹയർ സ്റ്റഡീസിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ കൃത്യമായ ഒരു 2, 3, 5, 10 വർഷം നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാലത്ത് അതിനേക്കാൾ വലിയൊരു ഇൻകം ആയിട്ട് നമുക്ക് തിരിച്ചു തരും. ഇപ്പൊ എന്റെ ഒരു അനിയൻ, എനിക്ക് ഞങ്ങള് 10 മക്കളാണ്, 8 ആൺകുട്ടികളും 2 പെൺമക്കളുമാണുള്ളത്. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും. അതില് ഒരാൾ, അദ്ദേഹത്തിന് 40 വയസ്സാകുന്നേ ഉള്ളൂ. അയാൾ ഇപ്പൊ റിട്ടയർമെന്റ് എടുത്തു എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്നു, കുട്ടികളോടൊപ്പം സ്വസ്ഥമായി ജീവിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട 2 ലക്ഷം രൂപ മാസം മാസം അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അസൂയ തോന്നുന്നുണ്ടാവില്ല ഈ പറയുമ്പോ? ഇല്ല. അപ്പൊ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, കുടുംബത്തിന് ചെലവുകൾ കഴിച്ച് ബാക്കി പണം മുഴുവൻ ഇതുപോലെ ഈ പറയപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുകയും ആ മ്യൂച്വൽ ഫണ്ടുകൾ തിരിച്ച് സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതും നമ്മുടെ ഒരു ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. ഇതൊന്നും നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇതുപോലെ ആരുടെയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം, ഇപ്പോ ഈ ബിറ്റ്കോയിന്റെ കാലമാണല്ലോ. ബിറ്റ്കോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ബിറ്റ്കോയിൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ വില നിങ്ങൾക്കറിയാലോ. അതിന്റെ വില എത്രയായിരുന്നു? ആകെ നമ്മുടെ ഇന്ത്യന്റെ പൈസ കൂട്ടുകയാണെങ്കിൽ 16 പൈസ വരെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇന്ന് അത് ഒരൊറ്റ കോയിൻസിന്റെ വില ലക്ഷങ്ങൾക്ക് മേലെയാണ്. അപ്പൊ അത് കൂടാനും കുറയാനും ഉണ്ടാവും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഒരേപോലെ പോകുന്നതല്ല, ഒറ്റടിക്ക് പോകില്ല, മേലെ പോകും താഴെ വരും. വിൽക്കണോ വാങ്ങണോ നമുക്ക് തീരുമാനിച്ചാൽ മതി. ഏതായാലും ഇങ്ങനെയും ഒരുപാട് മേഖലകളുണ്ട്. ഇതെന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ 10 രൂപ അല്ലാത്ത ദരിദ്ര മാനസിക അവസ്ഥയിലുള്ള ഒരാളോട് പറയേണ്ട വാക്കുകളല്ല ഇത്. എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നാളെ തന്നെ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങി ഇങ്ങനെ ആക്കണം എന്നല്ല പറയണത്. നിങ്ങൾ ഇപ്പോ നിങ്ങൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല. നിങ്ങളുടെ മാനസിക അവസ്ഥ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് നമ്മൾ തുടങ്ങുക. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് നേരെ ഈ പറയപ്പെട്ട ലക്ഷപ്രഭുവോ കോടീശ്വരനോ അങ്ങനെയുള്ളോ ഒന്നിനെ പ്രഭുവാക്കി മാറ്റണമെങ്കിൽ ഒരു നിശ്ചിത പണം മതി. ഈശ്വരനാക്കി മാറ്റാൻ കുറച്ചും കൂടെ കൂടുതൽ പണം ഉണ്ടായാലും മതി. അപ്പോ ഈശ്വരനായും പ്രഭുവായും കാണുന്ന ദരിദ്ര കുബേരനായി കാണുന്ന ആ ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിനെ നമുക്ക് എന്തെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചില ചിന്താഗതികൾ നമ്മളുടെ മൈൻഡ് സെറ്റിങ്ങിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. അതോടുകൂടെ തന്നെ നമുക്കറിയാതെ നമ്മളുടെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടും. ഈ ഇൻകം പോലും നമുക്ക് വേണ്ടി പണിയെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്കില്ലിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കിടപ്പ് രോഗിയായി മാറി മരണപ്പെട്ടു. എന്നാൽ പോലും ഈ കുടുംബത്തിന്റെ ജീവിതം അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം. അപ്പൊ പണം പണിയെടുക്കണം, നമ്മുടെ ബുക്കുകൾ നമുക്ക് വേണ്ടി പണിയെടുക്കണം, ബിൽഡിങ്ങുകൾ നമുക്ക് വേണ്ടി പണിയെടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നടക്കാത്ത സ്വപ്നമാണ്, ഇതൊക്കെ ലോട്ടറി കിട്ടുമ്പോൾ നടക്കുന്ന കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ഒന്ന് മാറിയാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നടക്കാൻ കഴിയും. അപ്പോ പണക്കാരന്റെ ഒരു മൈൻഡ് സെറ്റ് അത് വേറെയും പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റ് വേറെയുമാണ്. പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റിലുള്ള ഒരു ആളുകളാണ് നമ്മളെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് വികസിപ്പിച്ചാൽ, ഒന്ന് വലുതാക്കിയെടുത്താൽ നമുക്കും അതിലേക്ക് പോകാൻ കഴിയുമെന്നാണ്. അപ്പോ സമ്പന്നനാവണമെങ്കിൽ നിക്ഷേപം വേണമെന്ന് പറഞ്ഞു. എത്രത്തോളം നിക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. എവിടെ നിക്ഷേപിക്കണം നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നിങ്ങളെ പണം അത് നിങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ വന്നാലും ഇന്നോടത്ത് നിക്ഷേപിച്ചോ എന്ന് നമ്മൾ പറയില്ല. എന്താ കാരണം? അത് റിസ്ക് റിസ്ക് ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഞാനും ഒരുപാട് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ എന്താ പറയാ 10 ലക്ഷത്തോളം രൂപ എന്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുശേഷം ഞാനത് പഠിച്ചു വരുന്നത്. അതിനു മുമ്പ് എന്നെ സഹായിക്കാൻ ആളുകൾ വരുമ്പോൾ അവര് പറഞ്ഞ കേട്ട് നമ്മൾ കൊടുക്കും. അതല്ല, നമ്മളുടെ സ്കില്ലിൽ നമ്മുടെ പഠനത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ്. വേറൊരാളിൽ നമ്മൾ നിക്ഷേപിക്കാൻ അയാൾക്ക് അറിയാലോ എന്ന് കരുതി നമ്മൾ കൊടുക്കണമെങ്കിൽ പണം പോയി എന്നർത്ഥം. അതേസമയത്ത് നമ്മൾ പഠിച്ചെടുത്തിട്ട്
നമ്മുടെ പണത്തിന് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഏതൊക്കെ നല്ല കമ്പനി എന്ന് ചോദിച്ചാൽ ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത് നോക്കുക, ആ കമ്പനി നമ്മൾ വാങ്ങുക. ഇങ്ങനെ നിസ്സാരം ഇത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വാങ്ങാൻ ആഗ്രഹിച്ചത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ആപ്പിളിന്റെ ഫോണാണ്. ആപ്പിളിന്റെ ഫോണാണ് ഇപ്പൊ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. iPhone 16 ആണ് പറഞ്ഞത്. 16 നമുക്ക് വേണം. ഒരു കാര്യം ചെയ്യാം, 16 അവിടെ നിൽക്കട്ടെ, ആദ്യം അതിന്റെ ഷെയർ വാങ്ങി വരാം. എന്നെ 2-3 വർഷം കഴിയുമ്പോൾ ഈ ഷെയർ മതിയാകും നമുക്ക് ആ ആപ്പിൾ തന്നെ, ആ ഫോൺ തന്നെ വാങ്ങാൻ. അപ്പോൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അതിൽപ്പെട്ടതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനമാണ് ആ വാൺസും നീഡ്സും ഒന്ന് ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തേ. ഇതൊന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങള്. സാധാരണഗതിയില് വാൺസ് ആൻഡ് നീഡ്സ് എന്ന് പറഞ്ഞാല് എന്താ വാൺസ് എന്താ നീഡ്സ്, നിങ്ങൾ അഭിപ്രായം വെച്ചിട്ട് ഇതൊന്ന് പറഞ്ഞേ. നമ്മൾ പറയും എന്റെ ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് വെക്കേഷൻ ടൂർ പോകണം, എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങണം, എനിക്കിങ്ങനെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ അടിയന്തിരമായ ആവശ്യങ്ങൾ എന്ന ചിന്തയാണ് നമ്മളിൽ ഉണ്ടാവുക. എന്നാൽ ഇത് തെറ്റായ ഒരു ധാരണയാണ്. നേർതിരിച്ചാണ് വേണ്ടത്. എങ്ങനെയാണ് വേണ്ടത്? നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമാണ്. അടുത്ത ഡിസ്പ്ലേ കൂടെ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് ജീവിക്കണമോ എങ്കിൽ അത്യാവശ്യമായി വേണ്ടതിന് നീഡ്സ് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനം തന്നെ ആയിരിക്കാം വീട്, യാത്ര. അതൊന്നല്ല, അതൊക്കെ പിന്നുള്ളതാണ്. യാത്രക്ക് പബ്ലിക് സർവീസ്, അതിന്റെ വാഹനങ്ങളും വഴികളും ഒക്കെ ഉണ്ട്. ഫുഡ് അത്യാവശ്യമാണ്, സമയത്തിന് ഭക്ഷണം കഴിക്കണം. എന്നാൽ ഈ ഭക്ഷണം ഏതാ വേണ്ടത് അത് നമുക്ക് വഴിയെ ചിന്തിക്കാം, അല്ലെ? ഇപ്പോ ഇതുവരെ നമ്മൾ രോഗിയാവാൻ വേണ്ടിയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇനി ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശീലിച്ചു തുടങ്ങണം. അത്യാവശ്യത്തിന് വേണ്ടത് ഭക്ഷണത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്തു തുടങ്ങണം. അത്യാവശ്യം എന്തൊക്കെ വേണോ, ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയും നമുക്ക് രോഗം വേണ്ട എങ്കിൽ പുറത്തുള്ള ഭക്ഷണങ്ങളുടെ അളവ് കുറയ്ക്കേണ്ടി വരും. പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റം ഉണ്ട്, കുറച്ച് കുറയ്ക്കേണ്ടി വരും. നമ്മളുടെ ആ ചിന്ത, ടൂർ പോവുക, പരിപാടി ഒക്കെ വെയിറ്റ് ചെയ്തോളും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ എക്സ്ട്രാ പണം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിന് നിങ്ങളെ പണത്തിനെ നിങ്ങൾ ഒന്നും കൺട്രോൾ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ആഗ്രഹമാണ്, നീഡ്സ് ആൻഡ് അത്യാവശ്യങ്ങളാണ്. അതിന് വളരെ പ്രാധാന്യം കൊടുക്കണം. എന്നാൽ വാൺസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? സാലറി കൊണ്ട് ഇതൊന്നും വാങ്ങരുത്, ഇതൊന്നും ചെയ്യരുത്. ടൂറ് പോകുക, എന്റർടൈൻമെന്റ്, ഇങ്ങനത്തെ ഈ പറയപ്പെട്ട സാധനങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ, ഞാനത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇതിനു വേണ്ടി ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ സാലറി ഒരിക്കലും മാറ്റി വെക്കരുത്. ഇതിനെല്ലാം നിങ്ങളുടെ പണം തന്നെ ഒരു കാലത്ത്, ഒരു നിശ്ചയ സമയത്ത്, ഒരുപാട് കാലമൊന്നും വേണ്ട, നിശ്ചയ സമയം കൊണ്ട് ആ പണമൊക്കെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് തുടങ്ങും. അപ്പോ അതിനെ വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ കുറെ പുസ്തകങ്ങളുണ്ട് ഈ പണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഞാനൊരു കുട്ടിയെ പ്രസവിച്ചു, എനിക്കൊരു കുട്ടി ഉണ്ടായി, ഞാൻ പോയിട്ട് ആ കുട്ടിയെ തിന്നുന്നു, ഭക്ഷിക്കുന്നു എങ്കിൽ എന്റെ ആ കുട്ടി നഷ്ടപ്പെട്ടു പോയില്ലേ? ഇതാണ് ശരിക്കും നമ്മളുടെ സാലറി. എനിക്കൊരു കുട്ടി ഉണ്ടായി, ഞാൻ ആ സാലറിയെ മുഴുവൻ കഴിക്കുന്നു. എന്നോട് കൂടെ പിന്നെന്തായി? 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പട്ടിണി അടക്കേണ്ടി വരും. എന്നാൽ ഈ സാലറി തന്നെ അതിനൊരു കുട്ടി ഉണ്ടാവും, ഈ 2 കുട്ടികളും ചേർന്ന് വേറൊരു കുട്ടി ഉണ്ടാവും. എന്നാൽ വീട്ടിലെ ചെലവുകളും ബാക്കി പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നുണ്ട്. കാരണം നമ്മളെ പല ആളുകളും 0 എന്ന അവസ്ഥയിൽ തുടങ്ങിയവരല്ല, മൈനസ്, ആരുടെക്കോ കടം വീട്ടാൻ വേണ്ടി പണിയെടുത്തവരാണ് നമ്മൾ പല ആളുകളും. അപ്പൊ നമ്മൾ 0 ബാലൻസിലേക്ക് പോലും എത്തിയിട്ടുണ്ടാവില്ല. നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കേണ്ട ചോദ്യമാണ്, എത്ര പേർക്ക് നമ്മുടെ കൂടുതൽ കടമുണ്ടെന്ന്. ഈ കടമാണ് വലിയ പ്രശ്നം. കടത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചിത സമയം വാങ്ങി, പ്രത്യേകിച്ച് ബാങ്കിൽ നിന്നൊക്കെ വാങ്ങിയതാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് വീട്ടണം. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും, ഒരുപക്ഷെ ഈ പറയപ്പെട്ട ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത ഹൗസിങ്, ആ വീട് പോലും ഏറ്റെടുത്ത് കൊണ്ടുപോകും. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. കൂടെ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തട്ടെ ആദ്യം. ഓക്കെ, വളരെ വലിയ സാമ്പത്തിക ബാധ്യത വന്നാൽ അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് ഒന്നും ബാധ്യത വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകാനും കഴിയില്ല. ഇതെല്ലാം നമ്മൾ തന്നെ വേണം നിറവേറ്റാൻ.
ഇത് നമ്മൾ തന്നെ വേണം വീട്ടിൽ കൊടുക്കാൻ. ഒരാൾക്ക് ഒരു ബാധ്യത വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകാൻ കഴിയില്ല. അപ്പൊ പണത്തിനെ കുറിച്ച് നമ്മൾ കാഴ്ചപ്പാടും വേറൊന്നും മാറ്റി കൊണ്ടുവന്നേ മതിയാവും. ഓക്കെ, അതില് അടുത്ത ഡിസ്പ്ലേ കാണിച്ചു കൊടുത്തേ. പറയേണ്ടി വന്നു അല്ലേ, സോറി. ഓക്കെ, ഇതാണ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഈ ആദ്യം നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് കടമാണെങ്കിൽ ഈ കടത്തിൽ നിന്നും വളരെ പെട്ടെന്ന് നമ്മൾ എസ്കേപ്പ് ആവണം. അതിന് എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നത് അത് നമുക്ക് വേറൊരു ദിവസം കടം വീട്ടാമെന്ന് നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫ്രീ സെമിനാർ വെക്കാം. കടത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾ രക്ഷപ്പെട്ടേ മതിയാകും. അതിന് എന്തെല്ലാം വഴികൾ തേടാൻ പറ്റുമോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കുക. അടുത്തതും കൂടി കാണിച്ചു കൊടുക്കുക നിങ്ങൾ. യെസ്, അറിവിനെ വർദ്ധിപ്പിക്കുക എന്നത് വളരെ വലിയുള്ളതാണ്. അറിവ് ഏതൊക്കെ തലത്തിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ, ശേഖരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നിങ്ങൾ എടുക്കുക. ഇതുവരെ നമ്മൾ സമയം കണ്ടെത്തിയിരുന്നത് ഫേസ്ബുക്കും ഈ ഇൻസ്റ്റഗ്രാമും ഒക്കെ, അല്ലെങ്കിൽ അതുപോലെ ട്വിറ്ററും ഒക്കെ സാധനങ്ങളിലൊക്കെ നമ്മൾ സമയം കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. നമ്മുടെ സമയത്ത് നമുക്ക് ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ അതിനർത്ഥം നമ്മളൊരു ദാരിദ്ര്യ മനസ്സിലുള്ള ആളുകളാണ്. നമുക്ക് ടൈമിന്റെ വാല്യൂ അറിയില്ല എന്നുള്ളതാണ്. പണത്തിന്റെ വാല്യൂ അറിയാം, അതുകൊണ്ട് പണം നമ്മുടെ കയ്യിലില്ല. സമയത്തിന്റെ വാല്യൂ നമുക്കറിയില്ല, അതുകൊണ്ട് സമയം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് താൻ. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിക്കേണ്ടത് ടൈമാണ് ശരിക്കും വാല്യൂ ഉള്ളത്. നമുക്കറിയാം, കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരാളായിരുന്നു കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയ രത്തൻ ടാറ്റാജി. അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹിച്ചത് മുഴുവനും അയാൾ വിജയിപ്പിച്ച കമ്പനികളുടെ വലിയൊരു അധിപനായിരുന്നു. അയാൾക്ക് എന്തില്ല? സമയമില്ല, പണമുണ്ട്. നമുക്ക് എന്തില്ല? പണമില്ല, സമയമുണ്ട്. ഈ സമയത്ത് ശരിയായ രീതിയിൽ അറിവിനെ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതിനെല്ലാം പറ്റുന്ന ഒരു സ്രോതസ്സാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഫോൺ. അങ്ങനെ പഠനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ എങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയും അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ സ്കില്ല് എത്രത്തോളം വളരുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ സമ്പന്നനായിട്ട് വളരെ പെട്ടെന്ന് മാറും എന്ന് നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ഓക്കെ, മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കൊടുക്കുക. നേരത്തെ നമ്മളിപ്പോ സൂചിപ്പിച്ചു തന്നായിരുന്നു ക്യാഷ് ഫ്ലോന്റെ അനാലിസിസ്. നമ്മുടെ പണം വരുന്നു, അത് പോകുന്നു, എവിടേക്ക് പോകുന്നു അത് നമുക്കറിയില്ല. അതൊന്ന് മാറ്റിപ്പിടിച്ചാൽ പണവും വരുന്നതിന് കണക്കും ആ പോകുന്നതിനുള്ള കണക്കും ഒക്കെ കൃത്യമായി നമുക്ക് അറിയുമെങ്കിൽ, വരുന്നതിന് കണക്ക് കൃത്യമാണ്, പോകുന്നതിന് കണക്കാണ് നമുക്ക് അറിയാത്തതെങ്കിൽ ആ പോകുന്നതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് സമ്പന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയും. പക്ഷേ സമ്പന്ന അവസ്ഥയിലേക്ക് മാറുന്നതിന് മുമ്പ് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ മാനസികമായൊരു സമ്പന്നനാവുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് മുതൽ എനിക്ക് കടമില്ല എന്ന ചിന്തയുള്ള ഓരോ ആളുകളും ഇന്ന് പോയി സ്വസ്ഥമായി ഉറങ്ങും. കടമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ആ കടത്തിനെ എങ്ങനെ വീട്ടാമെന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെയും സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോ ഞാൻ ഈ ക്ലാസ്സിനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, പഠിക്കുകയാണെങ്കിൽ പണം എങ്ങനെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിലൂടെ നമുക്ക് പോവുകയും ചെയ്യാൻ കഴിയും. വെറുതെയുള്ള ചില വാക്കുകൾ മാത്രമല്ല, കൃത്യമായ അനാലിസിസിലൂടെയും കൃത്യമായ രീതിയിലൂടെ, ഞാൻ പോയ രീതിയിലൂടെയും നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിന് നിങ്ങൾ എന്താ പറയാ, വലിയ വലിയ സമ്പാദ്യങ്ങളൊന്നും ആവശ്യമില്ല. ചെറിയ സമ്പാദ്യങ്ങൾ തന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം, അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കാം. ഞാൻ ഈ ക്ലാസ്സിനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.